അസ്രുദ്ദീൻ എന്നാണ് എന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. മുഹമ്മദ് അസ്രുദ്ദീൻ. എന്റെ വീട് വരുന്നത് കോഴിക്കോട് ആണ്. കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലാണ് എന്റെ വീട് വരുന്നത്. ഈ ഒരു സൈനിങ് ക്ലബിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരുപാട് പേരും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് പേര് അടങ്ങിയിട്ടുള്ള ഒരു മെഗാ ഒരു സൈനിങ് ക്ലബ് തന്നെയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടീം ഒളിമ്പിന്റെ ഭാഗമായിട്ടും PR ഓർഗനൈസേഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് നടക്കുന്നത്. അപ്പം എന്നെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മുഹമ്മദ് അസ്രുദ്ദീൻ എന്നാണ്. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഞാൻ ജനിച്ചത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഏകദേശം നോക്കുകയാണെങ്കിൽ നമുക്ക് പകുതി തമിഴ്നാടും അതേപോലെ തന്നെ പകുതി കേരളം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉമ്മ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്, അതേപോലെ തന്നെ എന്റെ ഉപ്പ പറയുന്നത് കേരളത്തിലാണ്. അപ്പൊ ബിസിനസിന്റെ ഒരു ആവശ്യമായിട്ട് ഉപ്പ തമിഴ്നാട് പോയി അങ്ങനെ കണ്ടുമുട്ടി, പിന്നീട് മാരേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്, പിന്നീട് വളർന്നതും പഠിച്ചതും എല്ലാം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എങ്ങനെയായിരുന്നു, പിന്നീട് ഞാൻ എങ്ങനെ ഫിജിക്കാട്ടിലോട്ട് കടന്നു വന്നു, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. എന്നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സൈനിങ് ക്ലബിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ട് ഈ ഒരു സൈനിങ് ക്ലബ്ബ് കേൾക്കുക. ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളിലൂടെ എവിടെയെങ്കിലും ഒരു സഞ്ചരിച്ച് പോകുന്ന ഒരു സൈനിങ് ക്ലബ്ബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലെ, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു സ്പോർട്സ് മേഖല എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അപ്പം ഈ ഒരു സ്പോർട്സ് മേഖല എന്ന് പറയുകയാണെങ്കിൽ, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവരും ഒരുപാട് ആളുകൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. ബട്ട് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കാൻ നേരത്ത് എന്താ പറയാ, 1 മണിക്കൂർ PT പീരീഡ് ഒക്കെ ഉണ്ടാവൂലേ. അപ്പൊ ആ ഒരു PT പീരീഡിൽ ഒക്കെ ഞാൻ കളിക്കാൻ പോകുമ്പോ എന്റെ സ്കൂളിൽ ഒരു മാഷ് പറയും, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ 5.11 ഹൈറ്റ് ആണ് എന്റെ. അപ്പൊ എന്റെ പൊക്കം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ നീ ഏതെങ്കിലും സ്പോർട്സിലൊക്കെ പോയിട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റും, ജില്ലാ ടീമിലും സ്കൂൾ ടീമിലൊക്കെ എനിക്ക് സെലക്ഷൻ കിട്ടും എന്ന രീതിയിൽ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലങ്ങളിൽ നമുക്കൊരു PT മാഷൊക്കെ പറയും, എനിക്ക് കളിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, കണ്ടിട്ടൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. എന്നാ ശരി, ഓക്കെ. പണ്ട് എനിക്ക് പഠിക്കാൻ ക്ലാസ്സിൽ കയറിയിട്ട് ടീച്ചേഴ്സിന്റെ മുമ്പിലൊക്കെ ഇരിക്കാന്ന് പറയുന്നത് മറ്റുള്ള കാര്യമാണ്. അപ്പൊ ഞാനും അതേപോലെ തന്നെ എനിക്കായിരുന്നു. അപ്പൊ അവസാനം എന്റെ മാഷൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നാ ശരി, ഓക്കെ സാർ എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ സ്പോർട്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇതിലുള്ള ചിലപ്പോൾ പല ആളുകളും സ്പോർട്സ് മേഖലയിലൂടെ വന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഈ ഒരു സൈനിങ് ക്ലബ്ബ് ഇതുവരെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്പോർട്സ് മേഖലയിലൂടെ കടന്നു വന്ന ഒരാള് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ലൈഫിൽ സ്പോർട്സ് എന്ന് പറയുന്നതിന് വലിയൊരു ഘടകമുണ്ട്. എനിക്കിപ്പോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 31 വയസ്സാണ് എനിക്കായിട്ടുള്ളത്. ആ 31 വയസ്സിൽ ഏകദേശം സ്പോർട്സിന് വേണ്ടി ഏകദേശം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 10-11 വർഷത്തോളം ഞാൻ സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ലൈഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളോട് നമുക്ക് ഈ ഒരു സൈനിങ് ക്ലബിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പം ഞാൻ സ്കൂൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോർട്സിൽ ഒരു ഭാഗമായത്. ഓക്കെ, പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ സ്കൂൾ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ സ്പോർട്സിന്റെ ഒരു ഭാഗമായി. അങ്ങനെ ക്ലാസ് നടക്കുന്ന ടൈമിൽ എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പുറത്തോട്ടൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്പോർട്സ് എല്ലാം കളിക്കാൻ തുടങ്ങി. അതായത് ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിട്ട്, അങ്ങനെ ഒരു ഐറ്റം മാത്രമല്ല ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ കളിക്കാൻ തുടങ്ങി സ്പോർട്സ്. അതില് ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, ത്രോ ബോൾ ഉണ്ട്, ഹോക്കി ഉണ്ട്, പിന്നെ അതേപോലെ റണ്ണിങ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കളിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമല്ലോ. അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ ഫുട്ബോള് സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ റിംഗ് ടെന്നീസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് പിന്നീട് കുറച്ച് പെർഫോമൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കോഴിക്കോടിന്റെ ജില്ലാ ടീമിലോട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഫിജിക്കാർഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും തുടക്കം കാര്യങ്ങളിൽ.
അപ്പം ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. അതായത് സ്പോർട്സിൽ ഫുട്ബോളിൽ ജില്ലാ ടീം കളിക്കാൻ തുടങ്ങി, അതേപോലെ തന്നെ റിംഗ് ടെന്നീസിൽ ജില്ലാ ടീമിലൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അപ്പം ഒരുപാട് സപ്പോർട്ട്, എനിക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, എനിക്ക് പെർഫോമൻസ് ഒക്കെ കാണിക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളിലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാഷുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്പോർട്സ് ആണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ. അതായത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്പോർട്സിൽ വരുമ്പോൾ അപ്പൊ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ മനസ്സിൽ, ഇനി എന്തായിരിക്കും, നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ജോബായിരിക്കും പ്രിഫർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് മേഖലയിലൂടെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ. അപ്പൊ ഞാൻ സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ, എന്റെ ഇത് ഞാൻ കരിയർ ഞാൻ മാറ്റി വെക്കാം എന്ന രീതിയിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അന്ന് ചെറുപ്പത്തില്. അങ്ങനെ സ്പോർട്സിന് വേണ്ടിയിട്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു. ഞാൻ സ്പോർട്സിന് വേണ്ടി കളിക്കുന്നു, കേരള ടീമിലും ജില്ലാ ടീമിലെല്ലാം വരുന്നു. അങ്ങനെ ജില്ലാ ടീമിൽ നിന്നിട്ട് ആദ്യം സ്കൂൾ ടീമിൽ നിന്നിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുന്നു, ബെസ്റ്റ് പെർഫോമർ ആവാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ജില്ലാ ടീമിൽ കളിക്കുന്നു. ജില്ലാ ടീമിൽ നിന്നിട്ട് അവസാനം കേരള ടീമിലോട്ട് ഈ ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടുകയാണ്. വർഷം എന്ന് പറയുന്നത് 2008 ആദ്യം 2008 2009 വർഷങ്ങളിലാണ് ആദ്യമായിട്ട് ഞാൻ കേരള ടീമിന് വേണ്ടി കളിക്കുന്നത്. അങ്ങനെ കേരള ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെ. പഠിക്കാൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ ഈ സ്പോർട്സിൽ പോയിട്ട് ഗ്രേസ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ സ്കൂളൊക്കെ പാസ്സാവാൻ കുറച്ച് മാർക്കും കാര്യങ്ങളും കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരു കേരളത്തിന് വേണ്ടി കളിക്കാൻ നേരത്ത് എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പറയുന്ന കുറച്ച് പൊസിഷൻസ് ഒക്കെ എനിക്ക് കിട്ടിയപ്പം എനിക്ക് 8ാം ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയിക്കോട്ടെ എനിക്ക് പാസ്സാവാനുള്ള മാർക്കുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ മാർക്കുകളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പൊ നല്ല പരിപാടിയാണ്, എനിക്ക് പെർഫോമൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് 10ാം ക്ലാസ് എല്ലാം പാസ്സാവാൻ പറ്റുന്നുണ്ട് എന്ന രീതിയിൽ ഞാൻ 10ാം ക്ലാസ് ഞാൻ പാസ്സായത് നോക്കുകയാണെങ്കിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ എനിക്ക് സ്പോർട്സിന്റെ ഗ്രേസ് മാർക്ക് ഒരു 100 സംതിങ് ഗ്രേസ് മാർക്ക് എനിക്ക് സ്പോർട്സിലൂടെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ഞാൻ കേരളത്തിന് വേണ്ടി ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരുപാട് വ്യക്തികൾക്ക് യാത്രകളൊക്കെ ഇഷ്ടമായിരിക്കും, ഒരുപാട് വ്യക്തികൾക്ക് എന്താ പറയുക യാത്രകൾ ഇഷ്ടമായിരിക്കും. അപ്പൊ എനിക്ക് പണ്ട് മുതലേ എന്താ പറയാന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ സ്പോർട്സിൽ നിലനിന്നു കഴിഞ്ഞാൽ എനിക്ക് യാത്രകൾ എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് കോഴിക്കോട് ജില്ലക്ക് പുറത്ത് പല ജില്ലകളിലൊക്കെ പോവാന്ന് പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിലേക്ക് പോവാന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലുള്ള ഭൂരിഭാഗം ആളുകൾക്ക് അത് പോസിബിൾ ആവണമെന്നില്ല അല്ലെ. ചിലപ്പോൾ അച്ഛന്റെ കൂടെ അമ്മന്റെ കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൂടെ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ആയിരിക്കാം നമ്മൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പുറം ജില്ലകളിലോട്ട് ഞാൻ കോഴിക്കോടാണ്, ഇതിൽ പല ജില്ലകളിലുള്ള ആളുകളുണ്ട്, നിങ്ങളുടെ ജില്ലയൊക്കെ പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ സ്പോർട്സിലൂടെ ആയതുകൊണ്ട് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ജില്ലകളിലോട്ട് എനിക്ക് പോകാൻ പറ്റിയെന്നുള്ളത്. ഇവിടെ കേരളത്തിലുള്ള 14 ജില്ലകളിലും എനിക്ക് ആദ്യം പോകാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ കേരള ടീമിന് വേണ്ടിയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടണം. അതായത് എനിക്ക് പിന്നീട് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ഗ്രേസ് മാർക്ക്, അതായത് ഓരോ ജില്ലകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ ടീമിന് വേണ്ടി കളിച്ചിട്ട് ഗ്രേസ് മാർക്ക് നേടാ എന്നുള്ളതല്ലായിരുന്നു ആദ്യം എന്റെ ഫോക്കസ് അറിയുന്നത്. ഗ്രേസ് മാർക്ക് നേടി കഴിഞ്ഞാൽ സ്കൂളുകൾ എനിക്ക് ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റുമെന്നായിരുന്നു. അപ്പൊ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 10ാം ക്ലാസ് +1 ആ ഒരു ടൈമിൽ എത്തിയപ്പം എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്പോർട്സിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് ഈ പറയുന്ന ചുരുങ്ങിയ ഒരു ചെറിയ ഞാൻ താമസിക്കുന്ന ചുറ്റുപാടുകളിലുള്ള കുറച്ച് സ്ഥലങ്ങള് ലോകം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു പിന്നീട് എന്റെ ചിന്ത ഉണ്ടായത്. അപ്പം എനിക്ക് ഇങ്ങനെ ഓരോ ജില്ലകളിലും ഓരോ സ്ഥലത്തൊക്കെ എനിക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് ഞാൻ സ്പോർട്സ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണം എന്ന രീതിയിൽ സ്പോർട്സിൽ മെഡൽ മേടിക്കുക, അല്ലെങ്കിൽ സ്പോർട്സിൽ റാങ്ക് അടിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പാസ്സാവാൻ വേണ്ടി ഗ്രേസ് മാർക്ക്, ആ ഒരു ആശയത്തിൽ നിന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കാണണം. എനിക്ക് സ്പോർട്സിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ എനിക്ക് കാണാൻ പറ്റും എന്ന രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ റിംഗ് ടെന്നീസ് എന്ന് പറയുന്ന ഗെയിമിൽ നിന്നിട്ട് കേരളത്തിന് പുറത്തോട്ട് ആദ്യമായിട്ട് ഞാൻ ഡൽഹിയിലോട്ട് പോവാണ്. കേരള ടീമിനെ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിലോട്ട് ഞാൻ പോവാണ്. അങ്ങനെ ഡൽഹിയിലോട്ട് പോയപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് വലിയ പ്രൈസ് ഒന്നുമില്ല, കേരള ടീമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു, ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ കഴിഞ്ഞു. ബട്ട് എനിക്ക് ഗ്രേസ് മാർക്ക് ഒരു 70-80 ഗ്രേസ് മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ +1 പാസ്സാവുന്നു. +2 അതേപോലെ തന്നെ പഞ്ചാബിൽ വെച്ചിട്ട്
എനിക്കൊരു പഞ്ചാബില് ഞാൻ കളിക്കാൻ വേണ്ടി പോയി. അപ്പൊ അങ്ങനെ പോയപ്പോൾ അങ്ങനെ എനിക്ക് ഗ്രേസ് മാർക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഒരു ഗെയിം മാത്രം ഫോക്കസ് ചെയ്താൽ പോരെ, എനിക്ക് ബാക്കിയുള്ള ഗെയിമിലും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുട്ബോളിലോട്ട് കടക്കാൻ തുടങ്ങി. അങ്ങനെ ഫുട്ബോളിൽ കടക്കാൻ തുടങ്ങി. ഫുട്ബോളിലും എന്താ അറിയില്ല, പഠിച്ചവന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല, ആ കാലഘട്ടങ്ങളിൽ ഫുട്ബോളിലും എനിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അവസാനം ഫുട്ബോളിലൂടെയും ഞാൻ ഏകദേശം നോക്കുകയാണെങ്കിൽ ഹരിയാന അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം കേരള ടീമിന് വേണ്ടി കളിക്കാൻ പോയി. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞു, നീ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്രേസ് മറ്റേ എന്താ പറയാ കേരള ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അവസരം എനിക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ നീ അടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യണം എന്ന രീതിയിലായിരുന്നു എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പൊ ഏതായാലും നമ്മളെ അമ്മമാരായിക്കോട്ടെ ഉമ്മമാരായിക്കോട്ടെ ആരാണെങ്കിലും നമ്മളൊരു കേരള ടീമിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോബ് ഒക്കെ കിട്ടുമെന്ന് അവര് മനസ്സിലൊരു പൂതി ഉണ്ടാവും, ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഈ സ്പോർട്സിൽ ഈ കാണുന്ന ഇന്ത്യ മൊത്തത്തിൽ ഒന്ന് ചുറ്റണം എന്നൊക്കെയായിരുന്നു. അപ്പം അതെനിക്ക് ഈ സ്പോർട്സിലൂടെ സാധിച്ചു. ഏകദേശം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഏകദേശം നോക്കുകയാണെങ്കിൽ 28-29 സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. 28-29ഓളം സ്റ്റേറ്റ് നമ്മള് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഏകദേശം നോക്കുകയാണെങ്കിൽ 25 സംസ്ഥാനം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ടൂറിലൂടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോയതും അല്ലാതെ ഈ സ്പോർട്സിലൂടെ കളിക്കാൻ പോയതുമായിട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ എന്റെ ലൈഫില് 25 സംസ്ഥാനം, ഇന്ത്യക്കകത്ത് 25 സംസ്ഥാനം എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോ നമ്മളറിയാതെ നമ്മളെ മനസ്സിനകത്ത് കയറുന്ന ഒരു സാധനമുണ്ട് അല്ലെ. ആ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ജോബിന് വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ജോബിന് വേണ്ടി പ്രിഫർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നീ ഇത്രയും കേരള ടീമിന് വേണ്ടിയിട്ടും ഒരുപാട് സ്ഥലത്തും കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ കേരള ഗവൺമെന്റ് ജോബ് നിനക്ക് ഈസി ആയിട്ട് കിട്ടും എന്ന രീതിയിലാണ് എന്നോട് പറയാൻ തുടങ്ങിയ ഒരുപാട് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ എന്നാൽ ശരി ഓക്കെ അതിനു വേണ്ടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്താണ് പൊതുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പേരുണ്ടെങ്കിൽ ആ 10,000 പേരിൽ നിന്നിട്ട് ചിലപ്പം ഒരു 10 പേർക്കും 15 പേർക്കും മാത്രമായിരിക്കും കേരള സർക്കാരിന്റെ ഒരു ജോബ് കിട്ടുക. ശരിയാണോ അല്ലയോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് കായികപരമായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് എല്ലാവർക്കും ജോബ് കൊടുക്കുക എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് പോസിബിൾ അല്ല. അപ്പം കുറച്ചു പേർക്ക് മാത്രമേ കേരള സംസ്ഥാനത്ത് നിന്നിട്ട് കേരള സർക്കാരിന്റെ ജോബ് കിട്ടുള്ളൂ. ബട്ട് കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം സ്പോർട്സിൽ ഞാൻ കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ബട്ട് അപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ കേരള സംസ്ഥാന സർക്കാരിന്റെ ജോബ് എന്ന് പറയുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക. കിട്ടും, എപ്പോ കിട്ടും എന്നറിയാം. സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ ജോബ് കിട്ടും. ബട്ട് എപ്പോ കിട്ടുന്നില്ല, റെയിൽവേയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പണിയെടുക്കണ്ട. സ്പോർട്സ് ആയതുകൊണ്ട് ഈ പറയുന്ന ആർമിയിലാണെങ്കിൽ കിട്ടുന്ന വെച്ചാൽ എനിക്ക് ആർമി ടീമിന് വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഞാൻ അത് കിട്ടിയാലുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ട് ഞാൻ ഇനി പെർഫോമൻസ് ചെയ്യും എന്ന രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബട്ട് അവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും ജനങ്ങൾ, അതായത് ഒരുപാട് സ്റ്റുഡൻസ്, ഒരു 500, 600, 1000 പേരുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് ചിലപ്പോൾ ഒരു 5 പേർക്ക് 10 പേർക്ക് മാത്രമേ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിട്ട് ഒരു ഗെയിമിൽ നിന്നിട്ട് ഒരു ഇവന്റിൽ നിന്നിട്ട് നമുക്ക് ജോബിൽ ഒരു വർഷത്തിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ പേര് വെയിറ്റ് ലിസ്റ്റ് പറയുമ്പോൾ ഏകദേശം ഒരു 5 വർഷം 6 വർഷം വരെ കാത്തു നിൽക്കുന്ന ഒരു ടൈം. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കോളേജ് പാസ് ഔട്ട് ആവും. അപ്പം ഞാൻ കോളേജ് എല്ലാം കഴിഞ്ഞു. കോളേജ് പാസ് ഔട്ട് ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 എന്ന് പറയുന്ന വർഷത്തിലാണ് ഞാൻ കോളേജ് പഠിച്ചിറങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഗവൺമെന്റ് ആർട്സ് കോളേജ് എന്ന് പറയും. അവിടെയാണ് ഞാൻ പഠിച്ചിറങ്ങുന്നത്. ഈ ആർട്സ് കോളേജിലുള്ള ആർട്സ് കോളേജ് തന്നെ ഞാൻ മെയിൻ ആയിട്ട് പാസ്സാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായതായിക്കോട്ടെ, +1 +2 പാസ്സായതായിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജ് പാസ്സായതായിക്കോട്ടെ, ഞാൻ പഠിപ്പിൽ വലിയ കാര്യം ഉണ്ടായിട്ടില്ല. ബട്ട് സ്പോർട്സിൽ കുറച്ച് ടാലന്റ് തെളിയിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ അവിടെ നിന്നൊരു ഗ്രേസ് മാർക്ക് കിട്ടും അല്ലെ. ആ ഗ്രേസ് മാർക്കിന്റെ ബലത്തിലാണ് ഞാൻ എല്ലാ കോളേജ് കാര്യങ്ങളെല്ലാം പാസ്സായത്. അപ്പൊ ഞാൻ പഠിപ്പെന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. സ്പോർട്സ് ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിസൾട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എയിം ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്ക്
അതിന്റെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് പറയുന്നുണ്ട് കോളേജ് എല്ലാം കഴിഞ്ഞു, അപ്പൊ അടുത്ത എന്തെങ്കിലുമൊക്കെ പണിക്കെല്ലാം പോകണം എന്ന രീതിയിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു 2-3 വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ്, വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കിടക്കുക. ഒരു വർഷം എനിക്ക് തോന്നുന്നു ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിൽ ഒരു വർഷം കേരള സർക്കാരിന്റെ ജോബ് 4 പേർക്ക് കിട്ടുള്ളൂ. ഒരു വർഷം 4 പേരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ ഏകദേശം ഒരു വർഷം കളിച്ച് അല്ലെങ്കിൽ മെഡൽ വാങ്ങുന്നത് ഏകദേശം ഒരു 100 വ്യക്തികളുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു 100 വ്യക്തികളിൽ നിന്നിട്ട് 4 പേർക്ക് മാത്രമേ കേരള സർക്കാരിന്റെയും അതേപോലെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരാണ് ഒരു 10 പേർക്ക് ജോബ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പോയാൽ റെഡിയാവൂലെ, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണം എന്ന രീതിയിൽ ആയിരുന്നു. അപ്പൊ പണിക്ക് പോകണം എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ജോബ് നോക്കണം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ എന്താണ്, ഞാൻ ഇങ്ങനെ ഉല്ലാസിച്ച് ആടിപ്പാടി ഒരു സ്ഥലത്ത് നിൽക്കാതെ എല്ലാ സംസ്ഥാനങ്ങളും കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിനോട് ഒരു 4 ചുമരിന്റെ ഉള്ളിൽ പോയിട്ട് പണിയെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ പോസിബിൾ ആവും? അതൊന്നും ചിന്തിക്കുക. ഏകദേശം ഒരു 8ാം ക്ലാസ് മുതൽ കോളേജ്, 8ാം ക്ലാസ് പറയുമ്പോൾ 2006 മുതൽ 2014 എന്ന് പറയുന്ന വർഷം, 8 വർഷം ഞാൻ ഈ പറയുന്ന ഒരു 10, 15, 20 സംസ്ഥാനം ഇങ്ങനെ യാത്ര ചെയ്ത ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ചുമരിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ പോയിട്ട് പണിയെടുക്കണം, അല്ലെങ്കിൽ പണിയെടുക്കുന്ന മൈൻഡ് സെറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട്? ഒരിക്കലും ചാൻസ് ഇല്ല. ഒരു 95-99% ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന രീതിയിലായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായത്. അപ്പൊ ഞാൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, എനിക്ക് എന്തായാലും ഒരു സ്ഥലത്ത് പോയി പണിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ എനിക്ക് ബിസിനസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന രീതിയിലാണ്. എന്നാ ശരി, ഓക്കെ മോനെ. ഉപ്പേരും ഉമ്മനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്കെ തന്നെ പറയും. അവരുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലേ എന്നല്ല, എന്നാലും മകൻ എന്ന രീതിയിൽ അവനൊരു ലൈഫ് വേണം, അവനൊരു ഈ നാട്ടില് അറിയപ്പെടുന്ന രീതിയിൽ അവൻ വലുതാവണം എന്ന രീതിയിലായിരിക്കില്ല നമ്മളെ മാതാപിതാക്കളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു ജോബ് നോക്കാതെ ഞാനൊരു ബിസിനസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തുണി ഷോപ്പാണ്. 2016 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ ഒരു തുണി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ തുണി ഷോപ്പ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ഓക്കെ, 2016 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ ചെന്നൈയിൽ ഒരു തുണി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ 2017, 18 വർഷങ്ങൾ, ആ 2 വർഷം ഞാൻ ആ തുണി ഷോപ്പ് റണ്ണിങ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നഷ്ടമില്ലാതെ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ പെങ്ങളെ കയ്യിലുള്ള സ്വർണം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ തുണി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു ബിസിനസിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. ഒരു ബിസിനസ്, അതായത് നമ്മൾ പല ലീഡേഴ്സും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു മുട്ട ഒരു ബക്കറ്റിൽ വെച്ച്, അതായത് ഒരു മുട്ട ഒരു ബക്കറ്റില്, അതേപോലെ 10 മുട്ട ഒരു ബക്കറ്റിൽ വെച്ച് കുലുങ്ങി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അല്ലെ. ആ നേരത്ത് 10 മുട്ട 10 ബക്കറ്റിലാണ് വെക്കുന്നത് വെച്ചാൽ ഒരു കുലുക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ബക്കറ്റൊക്കെ പൊട്ടുള്ളൂ, ബാക്കി 9 സേഫോ. ഓക്കെ, അതേപോലെ അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ, ഒരു തുണി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ്, എന്തെങ്കിലും ബിസിനസ്സിൽ പോരായ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാക്കപ്പ് ചെയ്യാൻ എന്തെങ്കിലും വേണം എന്ന രീതിയിലാണ് ഞാൻ എന്റെ മനസ്സിൽ കരുതിയത്. അപ്പൊ എനിക്ക് കോഴിക്കോട് ടൗണില് ബൈക്കിന്റെയും കാറിന്റെയും ടയർ ഉണ്ടാവുമല്ലോ, അതിന്റെ സെക്കൻഡ്സ് ഒരു ഷോപ്പ് കോഴിക്കോട് ടൗൺ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊരു കൊട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഞാനൊരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തു. ബൈക്കിന്റെയും കാറിന്റെയും ടയറിന്റെ ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്റെ ബിസിനസ് പറയുന്നത് ചെന്നൈയിലും അതേപോലെ കോഴിക്കോട് ടൗണിലും. അപ്പൊ ഈ 2 സ്ഥലങ്ങളായിട്ട് യാത്രകളാണ് വരുന്നത്. അപ്പൊ അത് എനിക്ക് ഇഷ്ടമായി. 2 സ്ഥലങ്ങളിലും യാത്രയാണ്. ഒരാള് അടുത്തു പോയി നിന്നിട്ട് ഒരു മാസം ശമ്പളത്തിനല്ല ഞാൻ പണിയെടുക്കുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ 2016 ഞാൻ തുണി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2018 ഈ കോഴിക്കോട് ടൗണില് ഈ ഒരു കൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സ്മൂത്ത് ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കൂടെ തുടക്കം മുതൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ എന്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്, ഷിജു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. എന്റെ കൂടെ ചെറുപ്പക്കാരൻ മുതലേ എന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി എന്നെ ആദ്യമായിട്ട് എന്നെ വിളിക്കുകയാണ്. അതായത് പഠിപ്പും കാര്യമെല്ലാം കഴിഞ്ഞു, എന്നോടൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക.
കുറച്ച് കാലങ്ങൾക്ക് ശേഷം പഠിപ്പെല്ലാം കഴിഞ്ഞു, നമ്മളെ ഓരോരുത്തരും ഓരോ സ്ഥലത്തൊക്കെ സെറ്റായി ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, അവിടെ ഒരു പുതിയൊരു ബിസിനസ് ഉണ്ട്, നമുക്കൊരു ബിസിനസ് നമുക്ക് ചെയ്യാം. ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2019 എന്ന് പറയുന്ന വർഷത്തിലാണ് ആ വ്യക്തി എന്നോട്, ഷിജു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറയുന്നത് ഒരു ബിസിനസ് ഉണ്ട്, അതൊന്ന് നമുക്ക് ചെയ്യാം എന്ന രീതിയിലാണ്. എന്നാൽ ശരി, ഓക്കെ എന്ന് ഞാൻ പറയുന്നു. പിന്നീട് ആ ബിസിനസിനെ പറ്റി ആളിലൂടെ ഞാൻ ഫോണിലൂടെയാണ് കേൾക്കുന്നത്. അപ്പൊ ഫോണിലൂടെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പൊ 984 പേരുണ്ട്. ഈ 984 പേരോടും ഫോണിലൂടെയാണ് ഒരു വ്യക്തി വന്നിട്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും അതിനുള്ള മറുപടി പറയാം 2019 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ കേട്ടോ. അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം, ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ഞാൻ അന്ന് ഒഴിവാക്കിയതാണ്, എനിക്ക് താല്പര്യം ഇല്ല എന്ന രീതിയിൽ. കാരണം എന്റെ മുന്നിൽ വന്നിട്ട് പ്ലാൻ പ്രസന്റേഷൻ ആയിട്ട് എന്റെ മുന്നിൽ വന്ന് ഇരുന്നുകൊണ്ടൊന്നല്ല പറയുന്നത്, ഫോണിലൂടെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും റിപ്ലൈ വരിക അല്ലെ? അങ്ങനെയാണ് എന്നോട് ഒരു വ്യക്തി വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒഴിവാക്കി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒഴിവാക്കി ഞാൻ വൈകിട്ടൊക്കെ ആവുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗ്രൗണ്ടുകളിലൊക്കെ പോയിട്ട് നമ്മൾ കളിക്കാൻ പോവല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിനടുത്തുള്ള ഒരു ഗ്രൗണ്ട്, കോഴിക്കോട് ടൗൺ ഹാളിന്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടില് ഞാൻ വൈകിട്ട് ആ ഒരു ടൈമിൽ പോയിട്ട് ഞാൻ കളിക്കാൻ പോവാം. അങ്ങനെ കളിക്കാൻ പോവാൻ നേരത്ത് ഷിജു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ 1 മാസത്തോളമായിട്ട് പറയുന്നു, ഈ ഒരു ഫിജി കാർഡിനെ പറ്റി പറയുന്നുണ്ട്. ബട്ട് ഞാൻ അത് കേൾക്കാൻ തയ്യാറല്ല. കാരണം ഈ ഫിജി കാർഡിനെ പറ്റി ഷിജു സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ ഫിജി കാർഡിനെ പറ്റി കേട്ടിട്ടുണ്ട്, ബട്ട് വ്യക്തമായി കേൾക്കാത്തതുകൊണ്ട് ഞാൻ അത് നെഗറ്റീവായി. അതേപോലെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവരോട് ഞാൻ ഇല്ല എന്നൊരു ആൻസർ ആയിരുന്നു. പിന്നീട് വന്നിട്ട് ഷിജു എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, ഫിജി കാർഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നിനും താല്പര്യപ്പെടുന്നില്ല. അവസാനം എന്നെ എന്താ പറയാ ട്രാപ്പ് ചെയ്യാം. ആ ട്രാപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ പുഞ്ചിരൊക്കെ വരുമായിരിക്കും. ഓക്കെ, എന്നെ ട്രാപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വൈകിട്ട് ഞാൻ ഒരു സ്കൂൾ ഗ്രൗണ്ട്, തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഷിജു എന്നോട് പറയുന്നു, അവിടെ എനിക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാനുണ്ട്, കോഴിക്കോട് BM സ്കൂൾ എന്ന് പറയാം, മാനാഞ്ചിറ ബസ് സ്റ്റോപ്പ് എല്ലാവർക്കും അറിയായിരിക്കും. കോഴിക്കോട് മാനാഞ്ചിറ ബസ് സ്റ്റോപ്പിന് അടുത്ത് തന്നെ ഒരു BM സ്കൂൾ ഉണ്ട്, ഒരു ഗേൾസ് സ്കൂളാണ്. അപ്പൊ എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോവാനുണ്ട്, നീ എന്റെ കൂടെ വാ എന്ന രീതിയിൽ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഫിജി കാർഡിന്റെ പേരല്ലല്ലോ പറയുന്നത്, ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്ട്, അതൊരു പെൺകുട്ടിനെ അല്ല കാണാൻ പോവാനുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ ആ വ്യക്തിയുടെ ബാക്കിൽ കയറി ഇരിക്കുകയാണ്. പറയുമ്പോ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഫ്രണ്ടിനെ കാണാൻ പോവാനുണ്ട്, ആ ഫ്രണ്ടിന്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്, അപ്പൊ അവരായിട്ട് നീ സംസാരിക്കണം, ഞാൻ വേറെ ഫ്രണ്ടിനായിട്ട് സംസാരിക്കും. അപ്പൊ അത് ഡീലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ട് ബാക്കിൽ ഇരുത്തിച്ചിട്ട് കൊണ്ടുവന്നത്. നിങ്ങളൊന്നും ചിന്തിക്കുന്ന ട്രാപ്പ് എന്ന് പറഞ്ഞാല് അങ്ങനത്തെ ഒരു ട്രാപ്പിലാണ് ഞാൻ പെടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് എന്റെ വണ്ടിന്റെ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോവാണ്. അങ്ങനെ എന്നെ കൊണ്ടുപോകുമ്പോ അവസാനം BM ബസ് സ്റ്റോപ്പിന് മുമ്പിൽ കൂടി പോകുന്നു. അത് ഇവിടെയല്ല എനിക്ക് കാണാനുള്ളത് എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നു. ആള് നിന്നൊക്കെ ഫിജി കാർഡിന്റെ പേര് പറഞ്ഞ പോലും നീ വരൂല, 1 മാസത്തോളമായി ഞാൻ നിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് ആള് നേരെ നമുക്ക് ഇന്ന് നടക്കുന്ന പോലെ BOP അന്ന് 2019 എന്ന് പറയുന്ന വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ BOP ഹോളില് ഏറ്റവും ഫ്രണ്ടില് എന്നെ കൊണ്ട് നിർത്തുക. അതായത് BOP ഹോളിൽ ഒരു 10-200 പേര് ഇരിക്കുന്നുണ്ട്. ആ 200 പേരില് ആദ്യത്തെ ചെയറില് എന്നെ കൊണ്ട് ഇരുത്തിക്കുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് എന്നെ ഈ സാർ ആയിക്കോട്ടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടെ 2 കസേര മാറ്റി വെക്കണം, ഞാൻ എന്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്, അവിടെ 2 കസേര മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട് അസ്മ ടവർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രണ്ടത്തെ റോവിൽ എന്നെ കൊണ്ട് ഇരുത്തിക്കുന്നു. തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഏകദേശം ഒരു 10-200 പേരുണ്ട്. എനിക്ക് എങ്ങോട്ടും പോകാനും പറ്റൂല. ഞാൻ ഇട്ടതാണെങ്കിൽ ഒരു ജേഴ്സിയും ഒരു ട്രാക്ക് ഷൂട്ട് ഇട്ടിട്ടാണ് ഞാൻ BOP ഹോളിലോട്ട് വരുന്നത്. പ്രോപ്പർ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു കാണാൻ മേലെയുള്ള ഡ്രസ്സ് പോലുമല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന പ്ലാൻ പ്രസന്റേഷൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇങ്ങനത്തെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല.
അപ്പം എന്നെ ട്രാപ്പ് ചെയ്തിട്ടാണ് അതിനകത്ത് കൊണ്ടുവന്നത് ഒക്കെ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നിട്ട് പ്ലാൻ പ്രസന്റേഷൻ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യക്തികൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. എനിക്ക് 40,000 രൂപ വരുമാനം കിട്ടി, ഞാൻ 4ാമത്തെ റാങ്കിലാണ്, ഞാൻ 3ാമത്തെ റാങ്കിലാണ് എന്ന രീതിയിലെല്ലാം ഒരുപാട് ലീഡേഴ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പം ആന്റിക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴും എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ എന്താ പറയാ മെയിൻ ആയിട്ട് താല്പര്യമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് BOP കഴിഞ്ഞതിന് ശേഷം റൗണ്ട് അപ്പ് ഇരിക്കുമല്ലോ, ആ റൗണ്ട് അപ്പ് ഇരിക്കുമ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് ഓരോ ദിവസം 2,000 രൂപ കയറുന്നു, ഒരു 3,000 രൂപ കയറുന്നു, 4,000 രൂപ കയറുന്നു എന്ന് വന്നിട്ട് ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറയണം, എനിക്ക് ഓരോ ദിവസം ഇത്ര എമൗണ്ട് എനിക്ക് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ മെസ്സേജ്, എനിക്ക് ഇന്നലെ നൈറ്റ് കയറിയ എമൗണ്ട് ആണ്, എനിക്ക് മിഞ്ഞാത്ത നൈറ്റ് കയറിയ എമൗണ്ട് ആണ് എന്ന രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞ അവസാനം പറയുന്നു, ഞാനാണ് ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ 24 ദിവസം കൊണ്ട് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് അടിച്ചിട്ട് ഇതാവുന്നത്. 24 ദിവസം കൊണ്ട് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തിയ വ്യക്തി ഞാനാണ് വേൾഡ് റെക്കോർഡ് എത്തിയ വ്യക്തി എന്ന രീതിയിൽ. അപ്പൊ ആണോ, ശരി ആയിക്കോട്ടെ, എനിക്ക് എന്ത് വേൾഡ് റെക്കോർഡ് വന്നിരിക്കണം അല്ലെ. എന്നിട്ട് ആളെ അവസാനം ഞാൻ പേരെന്താന്ന് ചോദിച്ചു. ആളുടെ പേര് എന്ന് പറയുന്നത് വിപിൻ ദാസ് ആണ് ആളെ പേര്. 2019. എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NSTM എന്ന് പറയുന്ന റാങ്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ 50 ലക്ഷം വാങ്ങിയ ഒരു വ്യക്തി അല്ലെ വിപിൻ ദാസ് എന്ന് പറയുന്നത്. ആ വ്യക്തി അന്ന് 2019 ഞാനാണ് ഈ റെക്കോർഡിന്റെ വ്യക്തി എന്ന രീതിയിൽ എന്നോട് വന്നിട്ട് ഫോളോ അപ്പ് ചെയ്യാണ് റൗണ്ട് അപ്പില്. അപ്പോഴൊന്നും എനിക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഹോളിൽ നിന്നിട്ട് പുറത്തോട്ട് ചാടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ പുറത്തോട്ട് ആ വിപിൻദാസ് എന്ന് പറയുന്ന അന്നത്തെ കാര്യമായിട്ട് പറയുന്നത്. അന്ന് വിപിൻദാസ് സാറൊക്കെ ഇങ്ങനെ റൗണ്ട് അപ്പ് ചെയ്തപ്പോൾ ഞാനൊന്നും വലിയ കാര്യം കൊടുക്കുന്നില്ല. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഞാൻ പുറത്തോട്ട് ചാടുക, പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് എന്നെക്കാളും 1 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് പൊക്കം കൂടിയിട്ടുള്ള വ്യക്തി ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പൊക്കത്ത് ഞാൻ വിചാരിക്കുന്നത്. 5.11 ഏകദേശം 6 അടി പൊക്കമുണ്ട് എനിക്ക്. എന്നെക്കാളും കുറച്ച് പൊക്കം കൂടിയ ഒരു വ്യക്തി എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഓക്കെ അല്ലേ, നമുക്ക് ഫിസിക്കൽ ചെയ്യാമല്ലേ എന്ന രീതിയിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ചെയ്യാം എന്ന രീതിയിൽ ഞാൻ പറയുന്നു. പിന്നീട് ഞാന് ഷിൽ സാറോട് ഞാൻ ചോദിക്കുകയാണ് ആളെ പേര് എന്താന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോഴാണ് ആളെ പേര് എന്നോട് പറയുന്നത് രഞ്ജുലാൽ സാറാണ്, രഞ്ജുലാൽ ആണ് പേരെന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ ശരി. അവിടെ നിന്നിട്ടാണ് ഞാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ആള് മുന്നിൽ നിന്നിട്ടാണ് ഞാൻ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് ചെയ്യാം, എനിക്ക് നഷ്ടമൊന്നുമില്ല, ഞാൻ കൊടുക്കുന്ന കാശിനുള്ള പ്രൊഡക്റ്റ് എനിക്ക് കിട്ടുന്നു എന്ന രീതിയിൽ ഞാൻ തുടങ്ങുന്നത്. ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ തന്നെ നമ്മളൊരു പ്രോഗ്രാമിന് വരുമ്പോൾ ആരും കയ്യിൽ കാശ് എടുത്തിട്ടൊന്നല്ല ഫിജിക്കാർഡിന്റെ പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടി വരുന്നത്. ഈ പ്ലാൻ കേൾക്കാൻ വരുന്നതല്ലല്ലോ ഞാൻ എന്നെ പിടിച്ച് കയറ്റുന്നത് ഒരു പെൺകുട്ടിനെ കാണാൻ പോകാനുണ്ട്, അവനാരുമായിട്ട് സംസാരിക്കാനുണ്ട്, അവന്റെ ഫ്രണ്ടിനായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ വരുന്നത്. അപ്പം ആള് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഫിജിക്കാർഡ് ചെയ്യാമല്ലേ എന്ന രീതിയിലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം പറഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാമെന്ന രീതിയിൽ പറയുന്നു. അതിന്റെ അവസാനം ഞാൻ പ്ലാൻ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോയപ്പോ തന്നെ എന്റെ തൊട്ടടുത്ത് അയൽവാസിയായിട്ടുള്ള അവിടെ തൊട്ടടുത്ത് ഒരു മരണം നടക്കുന്നുണ്ട്. ആ മരണം നടന്നിട്ട് ഞാൻ മരണ വീട്ടിൽ നിൽക്കുമ്പോഴാണ് എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുദാസ് സാർ ആയിക്കോട്ടെ ഷീൽ സാർ ആയിക്കോട്ടെ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ മരണ വീട്ടിൽ നിന്നിട്ടാണ് 2019 ആദ്യമായിട്ട് ഞാൻ ഫിജിക്കാർഡ് ഞാൻ ഐഡി അടിക്കുന്നതും 25 പോയിന്റിനാണ് ഞാൻ ആദ്യമായിട്ട് ഐഡി അടിക്കുന്നത്. എന്നിട്ട് 2ാമത്തെ ദിവസം ഫോളോ അപ്പിന് ആള് വരികയാണ്. അങ്ങനെ 2ാമത്തെ ദിവസം ഫോളോ അപ്പിന് വരുമ്പോഴും ഞാൻ വേറൊരു മരണ വീട്ടിലാണ്. അപ്പൊ എന്നെ 3 പ്രാവശ്യം എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വരുമ്പോഴും ഞാൻ ഓരോ മരണ വീട്ടിലാണുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ആലോചിക്കുക, ഇവര് ഓരോ പ്രാവശ്യം വരുമ്പോഴും മരണ വീട്ടിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. എന്നിട്ടാണല്ലോ എന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് അവർ പോകുന്നത്. അതായത് ഞാൻ ഫിജിക്കലിൽ 25 പോയിന്റ് വാങ്ങിയിട്ട് 25 പോയിന്റ് കൊടുത്തിട്ട് ഞാൻ ഐഡി അടിച്ച വ്യക്തിയല്ല. 25 പോയിന്റ് ആണ് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ പോലും എന്നെ 100 പോയിന്റ് മൊത്തം ഫിൽ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഈ ഫിജിക്കാർഡിലെ ആദ്യത്തെ വർക്ക് എടുക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ അങ്ങനെ 100 പോയിന്റ് എന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 2019 നവംബർ എന്ന് പറയുന്ന മാസത്തിലാണ് ഞാൻ ഫിജിക്കാർഡിന്റെ പാർട്ണർ ആവുന്നത്. എന്നിട്ടാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഈ ഫിജിക്കാർഡിലോട്ട് ഞാൻ തെരഞ്ഞെടുത്ത് വരുന്നത്. അങ്ങനെ ഞാൻ വന്നിട്ട് ഞാൻ 2-3 പേർക്ക് ഞാൻ ഈ ബിസിനസിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നോട് അങ്ങനെ നല്ല രീതിയിലല്ല ആരും റെസ്പോൺസ് ചെയ്യുന്നത്.
അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നു അല്ലെ. ആ കൊറോണ വന്നപ്പം എന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത, അല്ലെങ്കിൽ പലരും മനസ്സിൽ ചിലപ്പം ആ കാലഘട്ടങ്ങളിൽ ആ ഒരു ചിന്ത വന്നിട്ടുണ്ടാവാം. ആ വന്ന ചിന്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്കലായിട്ട് പോലും പോയിട്ട് ഫിജിക്കാരുടെ പ്ലാൻ പറയുമ്പോൾ നമ്മളെ കൂടെ പാർട്ട്ണർ ആകുന്നുണ്ട്. അപ്പൊ ഡിജിറ്റലായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളെ കൂടെ പലരും പാർട്ട്ണർ ആവുക എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായത്. ആ ചിന്തന്റെ പുറത്ത് ഞാൻ ഫിജിക്കാരുടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 4-5 മാസത്തോളം ഞാൻ ഇങ്ങനെ ചവിട്ടി, അതായത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഓൾറെഡി 2 ബിസിനസ് ഉണ്ട്, ചെന്നൈയിലും ബിസിനസ് ഉണ്ട്, കോഴിക്കോട് ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ മൂന്നാമതായിട്ട് ഫിജിക്കാരിലോട്ട് വരുന്നത്, ഞാൻ ആർക്കും കാശൊന്നും കൊടുക്കുന്നില്ല. വീട്ടിലോട്ടുള്ള ഗ്രോസറി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ കൊടുത്ത കാശിനുള്ള പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയല്ലോ, അപ്പൊ എനിക്ക് ഇതിനകത്തൊരു നഷ്ടമില്ലല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ഫിജിക്കാട്ട് മെല്ലെ സ്റ്റോപ്പ് ചെയ്യാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം തീരുമാനിച്ചു. ഏത് വർഷം? 2020 ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന ഒരു വർഷങ്ങളിൽ. അപ്പം അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പം കൊറോണ വന്നു. ഈ കൊറോണ വന്നപ്പം അവിടെ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യം, ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് കൊറോണ വന്നപ്പം എല്ലാവരും അവരവരെ സംസ്ഥാനത്തിലോട്ട് എല്ലാവരും വരാൻ തുടങ്ങി. ചെന്നൈ അവിടെ തമിഴ്നാട്ടിലാണല്ലോ. അപ്പൊ അവിടെ നിന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്നിട്ട് കേരളത്തിലോട്ട് കൊറോണ വന്നപ്പം, അപ്പൊ ഞാൻ ഫിജിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ വലിയ രീതിയിലൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ തമിഴ്നാട്ടിൽ തുണി ഷോപ്പിന്റെ ആവശ്യമായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയി. അവിടെ പോയിട്ട് കൊറോണ വന്നിട്ട് ലോക്ക്ഡൌൺ ആയി. അപ്പൊ ലോക്ക്ഡൌൺ ആയപ്പം എല്ലാവരും അവരവരുടെ സംസ്ഥാനത്തിലോട്ട് എങ്ങനെയാണ് വരുന്നത് പോലും അറിയില്ല. ഇപ്പം സ്വന്തം നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ ആഗ്രഹിക്കൂടെ. അപ്പൊ അതേപോലെ ഞാൻ തമിഴ്നാട്ടിൽ പെട്ടു. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ തമിഴ്നാട്ടിൽ ഒരു ആംബുലൻസിൽ നിന്നിട്ടാണ് ഏകദേശം വാളയാർ ചെക്ക് പോസ്റ്റ് വരെ, കേരളത്തിന്റെ ബോർഡറാണ് വാളയാർ ചെക്ക് പോസ്റ്റ് വരുന്നത്. ആ വാളയാർ ചെക്ക് പോസ്റ്റ് വരെ ഞാൻ മറ്റേ ഇതില് ആംബുലൻസിലാണ് വരുന്നത്. കാരണം എനിക്കെന്തോ രോഗമുണ്ട് എന്ന രീതിയിലാണ് തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാന് വാളയാർ ചെക്ക് പോസ്റ്റിൽ വരുന്നു. വാളയാർ ചെക്ക് പോസ്റ്റ് വരെ ആംബുലൻസിൽ വരുന്നു. ആ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നിട്ട് പിന്നെയും എന്നെ വേറൊരു ആംബുലൻസിലോട്ട് മാറ്റുന്നു. അങ്ങനെ മാറ്റിയിട്ട് പിന്നെ ഞാൻ കേരളത്തിലോട്ട് വരുന്നു. ആ കേരളത്തിലോട്ട് പിന്നെ ഞാൻ ആംബുലൻസിലോട്ടാണ് വരുന്നത്. ആംബുലൻസിലാണ് നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് വരുമ്പോ പുറത്തുനിന്ന് വരുന്ന ആളുകൾ നേരെ വീട്ടിലോട്ട് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കില്ല അല്ലെ. അവർക്ക് അതിനെന്തോ പറയാ, എന്തോ ഒരു സംഭവം, ഒരു ഹോട്ടൽ റൂം പോലെ അവിടെ പോയിട്ട് 14 ദിവസം 15 ദിവസം അവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് വിടുള്ളൂ. അപ്പൊ ഈ 14-15 ദിവസം ഒരു ചെറിയ റൂം, ആ ഒരു ഹോട്ടൽ റൂമിനകത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ബട്ട് എന്താണ്, എനിക്ക് ഒരു ആരെയും കാണാൻ പറ്റുന്നില്ല. വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, അത് ആരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ആ ഒരു 15 ദിവസം എന്റെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്താ പറയാ, എങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ. അപ്പൊ എനിക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട്, നമുക്ക് ഫിജി കാർഡ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ മസോളൂ. ഏകദേശം ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്തതിൽ 4-5 മാസത്തോളം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യാം, നീ അവിടെ എത്ര കാശ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാശിൽ നിന്നിട്ട് നിനക്ക് ഇപ്പൊ എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ചെറിയ റൂമിനകത്ത് പെട്ടടക്കുക. എന്നിട്ട് അവസാനം ഞാൻ അവിടെ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന രീതിയിൽ ആണ് ഞാൻ വിചാരിച്ചിട്ട് അവസാനം 14-15 ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തോട്ട് വരുന്നു. ആ റൂമിൽ നിന്ന് ഐസൊലേഷനിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വരുന്നു. പുറത്തോട്ട് വന്നു കഴിഞ്ഞ ശേഷം ലോക്ക്ഡൌൺ ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ലോക്ക്ഡൌൺ ഇങ്ങനെ കിടക്കുക. അപ്പൊ ലോക്ക്ഡൌൺ കിടക്കുമ്പോൾ നമ്മള് പോലീസുകാരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയിട്ട് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമല്ലോ. ഞാൻ ഓൾറെഡി സ്പോർട്സ്മാനും കൂടി ആണല്ലോ. അപ്പൊ ഈ ലോക്ക്ഡൌൺ ടൈമില് ഞാൻ വീടിന് അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കും. പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ ഓടിക്കും. അപ്പൊ ആ ഒരു ലോക്ക്ഡൌൺ ടൈമില് എല്ലാ നാട്ടുകാരും വീട്ടുകാരും അല്ലെങ്കിൽ പോലീസുകാരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ പറ്റിച്ചിട്ട് ഞാൻ അവിടെ ഒരു ഗ്രൗണ്ട് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുകയാണ്. ആ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മള് റൺസ് അടിച്ച് കഴിഞ്ഞാൽ ഓടണമല്ലോ. അങ്ങനെ ഓടുമ്പോൾ ഞാൻ നിലത്ത് വീണിട്ട് എന്റെ ഷോൾഡർ ഇളകി പൊട്ടി. ഷോൾഡർ ഇളകി പൊട്ടിയിട്ട് ഇവിടുത്തെ ഷോൾഡർ ഇങ്ങനെ സെപ്പറേറ്റ് സ്കാൻ ചെയ്തപ്പം സെപ്പറേറ്റ് ആയിട്ട് വിണ്ട് കീറിയ പോലെ കിടക്കുക. അപ്പം ഞാൻ വീട്ടിൽ പിന്നെയും റെസ്റ്റ് ചെയ്യും.
ഓൾറെഡി കൊറോണ ആൾക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് 15 ദിവസം വേറെ സംസ്ഥാനത്ത് നിന്ന് വന്നോണ്ട് എന്നെ പിടിച്ചിട്ട് ഒരു 15 ദിവസം ഒരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞ ശേഷം പിന്നീട് വന്നിട്ട് നാട്ടിലിറങ്ങിയപ്പോ കളിക്കാൻ തുടങ്ങി, കൈയും കാലും ഷോൾഡർ പൊട്ടി, എന്നിട്ട് അവസാനം വീട്ടിൽ കിടപ്പിലായി. അങ്ങനെ കിടപ്പിലായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും ഫിജി കാർഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇതിലുള്ള പല വ്യക്തികളോടും നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും ഫിജി കാർഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തമ തെളിവാണ് ഞാൻ. കാരണം ഞാൻ ഈ ഷോൾഡർ പൊട്ടിയതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. വീട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഫിജി കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോൾഡർ പൊട്ടിയ ആ ഒരു ഫോട്ടോ ആ സ്കാന് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. ആ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്താണ് കൈക്ക് എന്താ പറ്റിയത് എന്ന രീതിയിൽ എന്നോട് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി. ആ ചോദിക്കാൻ തുടങ്ങിയ ഓരോ വ്യക്തികളോടും ഞാൻ ഈ ഫിജി കാർഡിനെ പറ്റിയാ പറയുന്നത്. അങ്ങനെ ഞാൻ ഫിജി കാർഡിനെ പറ്റി പറയുന്നു, അവർക്ക് ഞാൻ ഫിജി കാർഡിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യക്തികൾ എന്റെ ടീമിലോട്ട് പാർട്ണറായി. ഇന്ന് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ TM എന്ന് പറയുന്ന റാങ്കിൽ നിന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന നിതിൻ മനോഹർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് എന്റെ സ്റ്റാറ്റസ് കൈ പൊട്ടിയ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നോട് ചോദിച്ച വ്യക്തിയാണ് എന്ത് പറ്റിയതാണ്. ആ വ്യക്തിയാണ് ഇന്ന് കമ്പനിയുടെ DSTM എന്ന് പറയുന്ന റാങ്കിലോട്ട് മാറിയത്. അതായത് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഈ ഫിജി കാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അത് നമുക്ക് ബിസിനസ് പരമായിട്ട് ലാഭമാക്കി മാറ്റാം എന്ന് ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. പിന്നീട് വേറൊരു ലഹരി എന്റെ മനസ്സിൽ കയറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിജി കാർഡ് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അന്ന് ഞാൻ സീരിയസ് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ഞാൻ എനിക്ക് ആഗ്രഹിക്കില്ല. അല്ലെ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഞാൻ ഫിജി കാർഡ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇങ്ങനെ ആടിപ്പാടി എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എനിക്ക് ഫിജി കാർഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ആഗ്രഹം. ഒരു സ്ഥലത്ത് നിന്ന് പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് എന്ന് പറയുന്ന മാസം കഴിഞ്ഞതിന് ശേഷമാണ് കമ്പനിയിൽ ഞാൻ വരുന്നത്. 2019 നവംബർ എന്ന് പറയുന്ന മാസമാണെങ്കിൽ 2020 മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫിജി കാർഡിൽ ഒന്ന് സീരിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിലുള്ള പലരും ചിലപ്പോൾ റാങ്കുകൾ അടിച്ചിട്ടുണ്ടാവും. ആ ഫസ്റ്റ് റാങ്കിൽ ചിലപ്പോൾ 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ഞാൻ അടിക്കുന്നത് ഈ ഫിജി കാർഡ് എൻട്രി വെച്ചതിന് ശേഷം 10 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം 10 മാസം കഴിഞ്ഞിട്ടാണ് കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് ഞാൻ ഈ ഒരു ഫിജി കാർഡ് നിന്നിട്ട് ഞാൻ ഏറ്റെടുക്കുന്നത്. പിന്നെ ഈ ഫിജി കാർഡ് ഞാൻ നിലനിന്ന് പോകാനും അല്ലെങ്കിൽ ഈ ഫിജി കാർഡ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് അല്ല, ആടിപ്പാടി വർക്ക്ഔട്ട് ചെയ്യുന്ന അല്ലെ എല്ലാ സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ന രീതിയിൽ എന്റെ ഒരു വീക്ക്നെസ് പറയുന്ന യാത്രയാണ്. ആ യാത്രയിലൂടെ ഈ ഫിജി കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ യാത്രയിലൂടെ ഫിജി കാർഡ് ചെയ്യാൻ തുടങ്ങി. എന്റെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് സ്പോർട്സ് പരമായിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഞാൻ കണക്ട് ചെയ്തു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ടീം ഒളിമ്പ്യനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ടീം റേപ്പേഴ്സിൽ അല്ലെങ്കിൽ ടീം ഒളിമ്പ്യനിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് ആദ്യമായിട്ട് വിമാനം കയറിയിട്ട് ഒരു ടീമിനെ കാണാനും ടീം ബിൽഡിങ്ങിന് വേണ്ടി പോയതും ചിലപ്പോൾ ആ ഒരു ഞാൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ടീം മീറ്റിംഗിന്റെ ആവശ്യമായിട്ടും എന്റെ ടീമിനെ കാണാൻ വേണ്ടിയിട്ടും ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് എന്റെ ജീവിതത്തിൽ എന്നെ വരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് പോകുന്നത് ഗുജറാത്ത് എന്ന് പറയുന്ന മുംബൈ ഛത്രപതി ടെർമിനലിലാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോയി ഇറങ്ങുന്നതും അവിടെ നിന്നിട്ട് ഞാൻ ഗുജറാത്തിലോട്ട് പോകുന്നതും. ആദ്യമായിട്ട് ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒളിമ്പ്യനിൽ തന്നെ ആദ്യമാണെന്നാണ് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ടീം ഒളിമ്പ്യനിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ടീം ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് പോകുന്നത് എന്ന രീതിയിൽ. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാത്ര അത്രയ്ക്ക് ഇഷ്ടമാണ്, ഓരോ സ്ഥലത്ത് ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓരോ സ്ഥലത്തും പോയിട്ട് ടീമിനെല്ലാം ഡെവലപ്മെന്റ് ചെയ്യാൻ തുടങ്ങിയതും അവിടെ നിന്നിട്ടാണ് ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഓവർകം ചെയ്ത് തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് നടക്കും.
എന്നുള്ളത്. അപ്പൊ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന ഒരു കാര്യമായിരിക്കും. കമ്പനിയുടെ അതായത് ടോട്ടൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ഫിജിക്കാർട്ടിൽ ഒരു 10 ലക്ഷം വ്യക്തികൾ ഫിജിക്കാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, 10 ലക്ഷത്തിൽ കൂടുതൽ വ്യക്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ വ്യക്തികളിൽ നിന്നിട്ട് 46ാമത്തെ റാങ്കിലാണ് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിജിക്കാർട്ടിൽ. എനിക്ക് നിർത്തി പോകണമെന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസ് എനിക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സുഹൃത്ത് ഒരു പെണ്ണിനെ കാണാൻ പോകാനുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് കൂട്ടി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്നിട്ടാണ് ഞാൻ ഇന്ന് ടോട്ടൽ ഓവർ ഇന്ത്യയിൽ 46ാം സ്ഥാനത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ പവർ എന്നല്ല, അല്ലെങ്കിൽ എന്റെ ടാലന്റ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിജിക്കാർട്ടിന്റെ ടാലന്റ്, ഫിജിക്കാർട്ടിന്റെ ആ പറയുന്ന കോൺസെപ്റ്റിന്റെ പവറാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അന്ന് മുതൽ നമുക്ക് വരുമാനം കയറി തുടങ്ങും. നമുക്ക് അന്ന് മുതൽ നമുക്ക് റാങ്കുകൾ അടിക്കാൻ പറ്റും. അന്ന് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് റാങ്കുകൾ അടിക്കാൻ കുറച്ച് താമസം വന്നു. ഞാൻ സീരിയസ് ആയിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം അന്ന് മുതൽ എനിക്ക് റാങ്കുകൾ അടിക്കാനും ടീമിനെ ഡെവലപ്മെന്റ് ചെയ്യാനും, ഏകദേശം നോക്കുകയാണെങ്കിൽ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവ് മുതൽ ബാക്കിയുള്ള റാങ്കുകളിലുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, അതിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. നമ്മൾ പല മേഖലകളിൽ നിന്ന് വന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹൗസ് വൈഫ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, അല്ലെ? പല മേഖലയിൽ നിന്നിട്ട് എനിക്ക് ബിസിനസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഞാനൊരു ബിസിനസ്മാൻ ആണ്. ബട്ട് ഞാൻ ആ ബിസിനസിന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് ഞാൻ ഈ ഫിജിക്കാർട്ടിന്റെ ഭാഗമാവുന്നത്. അത് ആയതിനു ശേഷം പിന്നീട് ഈ ഒരു ഫിജിക്കാർട്ടിലൂടെ നല്ല വരുമാനം കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ആ ബിസിനസ് സെക്കൻഡ് ആക്കിയിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ഫസ്റ്റ് ഒപ്പീനിയൻ ആക്കിയിട്ട് ഞാൻ മുമ്പിൽ നിർത്തി. അപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ഞാൻ വന്ന കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് കിട്ടുമോ എന്ന രീതിയിലെല്ലാം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടീം ഒളിമ്പ്യൻ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റിജിൽ സാർ എനിക്ക് പേൾ എക്സിക്യൂട്ടീവ് ആണ്. കമ്പനിയുടെ SDM എന്ന് പറയുന്ന റാങ്കിലാണ്. 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് വാങ്ങിയിട്ടില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ. അപ്പം നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ, ഇവിടെ SDM എന്ന് പറയുന്ന റാങ്കിലാണ് എല്ലാ ലീഡേഴ്സ് എത്തിയിട്ടുള്ളത്, മെയിൻ ലീഡേഴ്സ് ഒക്കെ എത്തിയിട്ടുള്ളത്. ഒരു കമ്പനി പറയുന്ന 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് പോലും ആരും വാങ്ങിയിട്ടില്ല. 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് പോലും ആരും വാങ്ങിയിട്ടില്ല, കമ്പനി ആർക്കും കൊടുത്തിട്ടില്ല. ഇതൊക്കെ നമുക്ക് കിട്ടും എന്ന രീതിയിൽ നമുക്ക് തോന്നൂലേ? അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഞാനും എന്റെ കൂടെ ഉള്ള ലീഡേഴ്സും, എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ഷീസാർ ആയിക്കോട്ടെ, ബാക്കിയുള്ള ലീഡേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാരും വിചാരിച്ചത്, മനസ്സിൽ ഉറപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും കിട്ടിയിട്ടില്ല, അത് നമുക്ക് കിട്ടും. ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്, നമുക്ക് ഇത് കിട്ടും എന്നൊരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. കിട്ടിയതായിട്ട് തെളിവോ കൊടുത്തതായിട്ട് രേഖയോ ഒരു വ്യക്തിക്കും കമ്പനിക്കും ഇല്ല. ഇതൊക്കെ കിട്ടുമെന്ന് മാത്രമായിരുന്നു. അവിടെ നിന്നിട്ട് ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് ഞാൻ വാങ്ങിയെന്നുള്ളത്. 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് ആദ്യമായിട്ട് എന്റെ അക്കൗണ്ടിൽ 47,000 രൂപ, 47,500 രൂപ എന്റെ അക്കൗണ്ടിൽ കയറിയപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് 47,500 രൂപ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ കയറിയപ്പോൾ എനിക്ക് ഉണ്ടായ ഫീല് പറഞ്ഞ ചിലപ്പോൾ ഇതിലൂടെ എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഞാൻ ഹൈലൈറ്റ് മാളില് മറ്റേ എക്സലേറ്റർ കയറുമ്പോ എന്റെ ഫോണില് മെസ്സേജ് വരാം, എനിക്ക് 47,500 രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്തല്ല, ഞാൻ ആ എക്സലേറ്ററിൽ നിന്നൊക്കെ തുള്ളിച്ചാടുന്ന ഒരു ഫീലാ എനിക്ക് കിട്ടുന്നത്. എന്റെ അക്കൗണ്ടിൽ ഒരു 47,500 രൂപ ഒറ്റ പേയ്മെന്റ് ആയിട്ടൊന്നും കേറിയിട്ടില്ല എന്റെ ലൈഫിലൊന്നും. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പം എന്റെ അടുത്ത മോഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ എമറാൾഡ് ഫണ്ട്, അതായത് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് 5 ലക്ഷം രൂപയുടെ എമറാൾഡ് ഫണ്ട് എനിക്ക് വാങ്ങണം എന്നായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ ഞാൻ എന്റെ ടീമിനും എല്ലാവർക്കും കൂടി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഏകദേശം എനിക്ക് അടുത്തത് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയുടെ ഫണ്ടാണല്ലോ. ആ 5 ലക്ഷം രൂപയുടെ ഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ വർക്കൗട്ട് ചെയ്തു. ഇതിന്റെ അവസാനം അതും എനിക്ക് കിട്ടി എന്നുള്ളതാണ്.
2019 ഇതൊക്കെ ഒരു വ്യക്തിക്ക് പോലും നമ്മളെ കമ്പനി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും ആ റാങ്കുകൾ എത്തിയിട്ടില്ല. ഇതൊക്കെ എത്താൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ തന്നെ വിശ്വാസം ഉറപ്പിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന രീതിയിൽ. അതിലുപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ഒളിമ്പ്യൻ എന്ന് പറയുന്ന ടീമിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ലീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുമ്പിൽ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ റാങ്കുകളിലും നമുക്ക് ഈസിയായിട്ട് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് എന്റെ അക്കൗണ്ടിൽ ഞാൻ 47,500 രൂപ കയറുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ റാങ്കിൽ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ എത്തിയപ്പോൾ നമുക്ക് കാർ ഫണ്ട് കിട്ടുന്ന ഒരു പിക്ചർ എല്ലാവരും കാണാൻ പറ്റും അല്ലെ. ആ 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ ഞാൻ കോട്ടയം ജില്ലയിലുള്ള ടീമിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് ഞാൻ വർക്കിന് പോയ ഒരു ടൈമിലാണ് എന്റെ അക്കൗണ്ടിലോട്ട് 5 ലക്ഷം രൂപ കയറുന്നത്. 4,70,500 രൂപ എന്റെ അക്കൗണ്ടിൽ കയറുന്നു. ആ കയറുമ്പോൾ ഉള്ള ഫീൽ എന്തായിരിക്കും? നിങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് 4,70,75,000 രൂപ ടാക്സ് 25,000 രൂപ കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപയില് ടാക്സ് 25,000 രൂപ കഴിഞ്ഞിട്ട് 4,70,75,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുമ്പോൾ നിങ്ങളെ ഒരു ഫീല് ആലോചിച്ച്. ആ ഒരു ഫീല് എനിക്ക് ഞാൻ ഒരു ഹൗസ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് എനിക്ക് ആ ഒരു അക്കൗണ്ടില് ആ ഒരു എമൗണ്ട് കയറുക. ഞാൻ ഇങ്ങനെ എന്താ പറയാ മണ്ടടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു പകൽ ടൈമിൽ ഒരു 11-12 മണി ആ ടൈമിൽ എന്റെ അക്കൗണ്ടിൽ കയറുമ്പോ എന്താ പറയാ, ഞാൻ എന്റെ ലൈഫിൽ 47,000 കയറിയപ്പോൾ അതാണ് വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ നിന്നിട്ടാണ് ഇന്ന് 4,70,75,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ടോട്ടല് ആ ഒരു ഒറ്റ ദിവസം എന്റെ അക്കൗണ്ടിൽ കയറുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഒന്നും പറയാനില്ല. എന്റെ അക്കൗണ്ടിൽ കയറി ഞാൻ എന്റെ ടീമേറ്റ്സ് ഉണ്ട് അവരോടൊക്കെ ഞാൻ പ്രകടിപ്പിക്കാം. അപ്പൊ അങ്ങനെ കാലം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ടോട്ടലായിട്ട് അപ്പം ഏകദേശം നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിൽ ടോട്ടലായിട്ട് ഫിജിക്കാർഡിലൂടെ ഞാൻ വാങ്ങിയ എമൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 2022 എന്ന് പറയുന്ന വർഷം 2023 പറയുന്ന വർഷത്തില് ഞാൻ ടോട്ടലായിട്ട് എനിക്ക് എത്ര രൂപ കയറി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിലോട്ട് 2019 ഫിജിക്കാരന്റെ പാർട്ട്ണറായി ഒരു 5-6 മാസം ഞാൻ ഫിജിക്കൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ മാസമാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് അടിക്കുന്നത്. 10ാമത്തെ മാസമാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് ഞാൻ അടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് പറയുന്നത് വെറും 10,000 രൂപ. 10ാമത്തെ മാസം ഫിജിക്കാർഡിലൂടെ എനിക്ക് കിട്ടിയ എമൗണ്ട് 10,000 ആണെങ്കിൽ പിന്നീടുള്ള 2023 എന്ന് പറയുന്ന വർഷത്തിൽ ഞാൻ എത്തിയപ്പോൾ എന്റെ അക്കൗണ്ടിലോട്ട് കയറിയത് 40 ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിലോട്ട് കയറിയത്. ഒന്ന് ആലോചിക്ക് ഫിജിക്കാർഡിന്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ച എന്റെ ഏതോ ഒരു മനസ്സ്, ഉൾമനസ്സ് അല്ലെ, അവിടെ 40 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അപ്പം എന്റെ മനസ്സിലുള്ള അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ZSTM എന്ന് പറയുന്ന റാങ്ക് കഴിഞ്ഞാൽ അടുത്തത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. ആ എല്ലാവരും കാണാൻ പറ്റുമല്ലേ, ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ഒരു പേജ്, ഒരു 8 ലക്ഷം രൂപ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂറോപ്പ് ട്രിപ്പ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് 8 ലക്ഷം രൂപയാണ് നമുക്ക് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ട്രിപ്പാണ് ഞാൻ സ്വപ്നം കണ്ടത്. 2023 മുതൽ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ആ റാങ്കിൽ എനിക്ക് എത്തണം എന്നുള്ളത്. ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാമത്തെ റാങ്കിലാണ്. ZSTM എന്ന് പറയുന്ന റാങ്കിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വെറും ഇന്നല്ല നാളെ അല്ല മറ്റന്നാൾ എന്ന് പറയുന്ന ദിവസം ഞാൻ ആ പറയുന്ന ZSDM എന്ന് പറയുന്ന റാങ്കിലോട്ട് ഞാൻ അപ്ഡേറ്റ് ആവാം. ഈ പറയുന്ന 895 ആളുകളെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു, ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ് ഒഴിവാക്കിയ ഒരു വ്യക്തി ഇന്ന് കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ നിന്നിട്ട് 11ാമത്തെ റാങ്കിലോട്ട് ഇനിയുള്ള 2 ദിവസത്തിനുള്ളിൽ ഞാൻ ചേക്കേറാൻ പോവാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ, സീരിയസ് ആയിട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട, സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾ തുനിഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ റാങ്കുകൾ അടിക്കാൻ സാധിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ.
ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത് അടിക്കാൻ എനിക്ക് 10 മാസമാണ് വേണ്ടി വന്നതെന്ന് വെച്ചാൽ പിന്നീടുള്ള ഒരു 4 വർഷം കൊണ്ടാണ് ഞാൻ 11ാമത്തെ റാങ്കിലോട്ട് ഈ 2 ദിവസം കൊണ്ട് ഞാൻ 11ാമത്തെ റാങ്ക്, അതായത് സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലോട്ട് ഞാൻ കയറാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സേനയിൽ ക്ലബ്ബ് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒഴിവാക്കിയ ഒരു വ്യക്തി, അതായത് ഫിസിക്കൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്നിട്ട് എന്റെ ലീഡേഴ്സിന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ലീഡേഴ്സും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചവന്റെ ഒരു അക്കൗണ്ടിലോട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ 60 ലക്ഷം രൂപയ്ക്ക് മേലെ ഫിജിക്കാട്ടിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് മാത്രമല്ല, ഫിജിക്കാട്ടിന്റെ കഴിവ് കൂടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കുമെന്നുള്ളത് ഡാം ഷുവറാണ്. അപ്പം ഒന്നുമില്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സൈനിക ക്ലബ്ബിൽ ഞാൻ മൈൻഡപ്പ് ചെയ്യാം. പല ബുദ്ധിമുട്ടുകളുണ്ടാവും. വീട്ടിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ നിങ്ങൾ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും നമ്മളെ സ്വപ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയൂ. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് ഒരാളെ കീഴിൽ പോയിട്ട് നിന്ന് പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് ചെറുപ്പം മുതലുള്ള കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരൻ കൂടെ നിന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഓരോ സ്ഥലം ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു ബിസിനസ് വേണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതേപോലെ എനിക്കന്ന് പണത്തിനോടല്ല എനിക്ക് ആഗ്രഹം, എനിക്ക് വേറെ ഒന്നിനോട് എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് യാത്രകളിലൂടെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു കോളേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-25ഓളം സംസ്ഥാനം എനിക്ക് കേരളത്തിനകത്ത് പോകാൻ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന വരെ ഞാൻ ഇന്ത്യക്ക് പുറത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന വർഷങ്ങളിൽ ഇനി അതാണ് എന്റെ ഫോക്കസ്. ഇന്ത്യ മൊത്തം ചുറ്റി കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പം എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട്ടിനകത്തോ അല്ലെങ്കിൽ ഒരാൾ കൂടെ നിന്നിട്ട് ഒഴിവാക്കാനുള്ളതല്ല. നമ്മളെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. ആ പല ആഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു ടൂളാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. ഈ ഫിജിക്കാർഡ് ജീവിതകാലം മൊത്തം ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മാറ്റി വെക്കുകയാണെങ്കിൽ, ഒരു 4 വർഷം മുതൽ 6 വർഷം വരെ നിങ്ങളുടെ ലൈഫിൽ ഫിജിക്കാർഡ് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു 40, 50, 60, 70 വർഷം നിങ്ങൾക്ക് ഈ ലൈഫ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ചെയ്ത് പോകാൻ പറ്റും. ഞാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിജിക്കാട്ടിലുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്നിപ്പോ എടുത്തു പറയുകയാണെങ്കിൽ എന്നെ ഈ ഫിജിക്കാട്ടിൽ എന്താ പറയാ ആദ്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, എന്നെ ഈ ഫിജിക്കാട്ടിൽ ആദ്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബിപിൻ ദാസ് എന്ന് പറയുന്ന വ്യക്തി. ഇന്ന് ബിപിൻ ദാസും അതേപോലെ തന്നെ ബിപിൻ സാറ് അമ്മയും ബിപിൻ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന, അതേപോലെ തന്നെ ഇന്ന് ഉള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലാണ്. ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ആള് ഉള്ളത് മലേഷ്യയിലാണ്. അതായത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് ഈ ഫിജിക്കാർഡിലൂടെ നേടിയെടുക്കാൻ പറ്റും. കുറച്ച് ദിവസം മുന്നേ, ഒരു 2-3 ദിവസം മുന്നേ നമ്മളെ എല്ലാവരും അപ്ലൈൻ ആയിട്ടുള്ള അബ്ദുള്ള സാർ, ആളും മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു, ആളും ആളെ വൈഫും, അല്ലെ? അതേപോലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെ? ആ ആഗ്രഹങ്ങൾ ഈ ഫിജിക്കാർഡിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് റാങ്കും നമുക്ക് അച്ചീവ്മെന്റ് ചെയ്ത് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തയ്യാറാകുക, നമ്മളെ മനസ്സ് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് എന്നെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആരെ എന്ത് മാറ്റി വെച്ചാലും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സൈനിങ് ക്ലബ്ബ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബിഗ് താങ്ക്സ്. അവസാനമായിട്ട് പറയുന്നു, ഇതായിരിക്കും എന്റെ അവസാനത്തെ റാങ്കിൽ നിന്നുകൊണ്ടുള്ള ഒരു സൈനിങ് ക്ലബ്ബ്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത റാങ്കിലോട്ട് കയറുന്നു. അവസാനമായി പറയുന്നു, സോണൽ സെയിൽസ് ടീം മാനേജർ ഓഫ് ഫിജിക്കാർഡ്.com. താങ്ക് യു. എല്ലാവർക്കും